ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അവൻ ആ സമൂഹ വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ പൂമാലകളെല്ലാം തന്നെ 500 പൂമാലകൾ അത് മൊത്തം അവൻ ആ കൃത്യസമയത്ത് എത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവാണ്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ അവൻ മുഴുവൻ അച്ഛനെ കൊണ്ട് കൊടുക്കുകയാണ്. അച്ഛൻ ആ പൈസ തിരികെ അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ സഹിക്കാൻ പറ്റാതെ നമ്മുടെ ചന്ദ്ര അവിടെ അങ്ങനെ കുശുമ്പ് കയറി മുഖത്തങ്ങനെ നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് രേവതിയാണെങ്കിൽ ആ പൈസ കൊണ്ട് തനിക്ക് ഒരു വരുമാനം ഉണ്ടാക്കി തന്നത് സച്ചിയേട്ടനാണ് ആ ഒരു കട എനിക്ക് ഇട്ട് തന്നത്. അതുകൊണ്ട് സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്, അതായത് ഇപ്പൊ ഒരു ഓട്ടോ ഓടിച്ചിട്ടാണല്ലോ അവൻ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ഞാൻ രക്ഷിക്കണമെന്ന് കൂട്ടുകാരോട് ചെന്ന് പറയുന്നുണ്ട് രേവതി. നമ്മുടെ സച്ചിയുടെ നമ്മുടെ കാർ സ്റ്റാൻഡിൽ ചെന്നിട്ടാണ് പറയുന്നത്. അപ്പൊ അവരെല്ലാവരും രേവതിക്ക് സപ്പോർട്ട് നിൽക്കുകയാണ്. എന്തായാലും സച്ചിക്ക് ഒരു വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കാറ് പുതിയത് വാങ്ങാനാണ് തീരുമാനം. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സച്ചിക്കായത് കൊണ്ട് റൗണ്ട് ചെയ്ത് നമുക്കൊരു 4 ലക്ഷം അതിൽ ഉറപ്പിക്കാം, പിന്നെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ ആ പൈസ മുഴുവനും ഇല്ല, തികയാതെ വരുമ്പോൾ അവൾക്ക് സങ്കടമാവാണ്. എന്തായാലും അവൾ എങ്ങനെയെങ്കിലും ആ പൈസ തയ്യാറാക്കി കൊടുക്കുകയും സച്ചിക്ക് ആ കാറ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ രേവതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് സച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.